ടാൻജന്റിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിക്സസ്, ഡിറ്റർമിനൻസ് എന്നീ ചാപ്റ്ററുകളിലെ 20 മാർക്കിന്റെ 8 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ മോഡൽ എക്സാം 5 ആണ്. ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. First question, A part, the principal value of sin inverse 1/2 is A option pi/3, B option pi/6, C option pi/4, D option pi/2. B part, find the value of x if tan inverse x equal to pi/4. നമുക്കപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നോക്കാം. എ പാർട്ട് ചോദിച്ചിരിക്കണം ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് സൈനിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 1/2 കിട്ടണമെന്ന് നോക്കണം. സൈൻ pi/6 അല്ലെങ്കിൽ സൈൻ 30 ഡിഗ്രി കൊടുക്കുമ്പോഴാണ് നമുക്ക് 1/2 കിട്ടണം. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു pi/6. ബി പാർട്ട് ചോദിച്ചിരിക്കണം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കണം. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു pi/4. ഈ ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് പോകുമ്പോൾ എക്സ് ഈക്വൽ ടു ടാൻ pi/4. ടാൻ pi/4 എന്ന് വെച്ചാൽ ടാൻ 45 ഡിഗ്രി. ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 1 ആണ്. അതുകൊണ്ട് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ മാട്രിക്സ് 1 5 -1 2 ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കണം എ എന്ന മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക്കിന്റെയും സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതണം. ക്വസ്റ്റ്യനിൽ എ തന്നിട്ടുണ്ട് 1 5 -1 2. അതിൽ നമുക്കിനി എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ ഒന്നാമത്തെ റോയെ ഒന്നാമത്തെ കോളമായിട്ടും രണ്ടാമത്തെ റോയെ രണ്ടാമത്തെ കോളമാക്കി എഴുതണം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു 1 -1 5 2. ഇനി നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. 1 + 1 2, 5 - 1 4, -1 + 5 4, 2 + 2 4. അടുത്തത് എ മൈനസ് എ ട്രാൻസ്പോസ് 1 - 1 0, 5 - -1. അപ്പോൾ നമുക്ക് 5 + 1 6, -1 - 5 -6, 2 - 2 0. ഇനി നമുക്ക് പി കണ്ടുപിടിക്കണം. പി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 4 4 4. 1/2 ഇൻറ്റു 2 4 4 4. 2/2 1, 4/2 2, 4/2 2, 4/2 2. P ഈക്വൽ ടു മെട്രിക്സ് 1 2 2 2. P ട്രാൻസ്പോസ് ഈക്വൽ ടു 1 2 2 2. P ട്രാൻസ്പോസ് ഈക്വൽ ടു P എന്ന് കിട്ടി. അതുകൊണ്ട് P ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഇനി അടുത്ത നമുക്ക് Q കണ്ടുപിടിക്കണം. Q എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 0 6 -6 0. അപ്പൊ ഹാഫ് ഇൻറ്റു 0 6 -6 0. 0/2 എന്ന് വെച്ചാൽ 0, 6/2 3, -6/2 -3, 0/2 0. Q ട്രാൻസ്പോസ് ഈക്വൽ ടു ഇതിലെ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമായിട്ട് സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമായിട്ട് എഴുതും. Q ട്രാൻസ്പോസ് ഈക്വൽ ടു 0 -3 3 0. Q ട്രാൻസ്പോസ് നമുക്ക് -Q എന്ന് കിട്ടി. അതുകൊണ്ട് Q ഈസ് എ സ്ക്യൂ സിമെട്രി. ഇനി നമുക്ക് P + Q ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A മെട്രിക്സ് കിട്ടണം. P + Q ഈക്വൽ ടു P മെട്രിക്സ് ആകുമ്പോൾ 1 2 2 2 പ്ലസ് Q മെട്രിക്സ് ആകുമ്പോൾ 0 3 -3 0. ഇവ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 + 0 1, 2 + 3 5, 2 - 3 -1, 2 + 0 2 ഈക്വൽ ടു A മെട്രിക്സ്. അപ്പോൾ നമുക്ക് എ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് Z ഓഫ് ഇന്റിജേഴ്സ് ആസ് A * B ഈക്വൽ ടു A + B + 1, then find the identity element. നമുക്കപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഐഡന്റിറ്റി എലമെന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ A * B ഈക്വൽ ടു A + B + 1 എന്ന് തന്നിട്ടുണ്ട്. ഐഡന്റിറ്റി എലമെന്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ A* E ഈക്വൽ ടു A ഈക്വൽ ടു E* A എന്ന് വെച്ചാൽ ഇതൊരു കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം.
ഇവിടെ എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് വൺ എന്നും ഇതിൽ നമുക്ക് ബി സ്റ്റാർ എ എങ്ങനെ എഴുതാം ബി പ്ലസ് എ പ്ലസ് വൺ. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഇനി നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാം. എ സ്റ്റാർ ഈക്വൽ ടു എ പ്ലസ് ഇ പ്ലസ് വൺ ഈക്വൽ ടു എ, ഇ ഈക്വൽ ടു എ മൈനസ് എ മൈനസ് വൺ. പ്ലസ് എയും മൈനസ് എയും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഇ ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടും. ഐഡന്റിറ്റി എലമെന്റ് ഇ ഈക്വൽ ടു മൈനസ് വൺ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 3 minus 2 4 minus 2 and I equal to matrix 1 0 0 1, find k so that a square equal to ka minus 2i. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ നമുക്ക് എ മെട്രിക്സ് 3 minus 2 4 minus 2 എന്നും ഐ മെട്രിക്സ് 1 0 0 1 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എ സ്ക്വയർ എന്ന് വെച്ചാൽ എ ഇൻറ്റു എ. അപ്പം മെട്രിക്സ് 3 minus 2 4 minus 2 ഇൻറ്റു മെട്രിക്സ് 3 minus 2 4 minus 2. 3 into 3 9 plus minus 2 into 4 minus 8. അപ്പോൾ 9 minus 8. 3 into minus 2 minus 6 minus 4 minus 2 into minus 2 plus 4. അപ്പോൾ minus 6 plus 4. അടുത്തത് 4 into 3 12 plus minus 2 into 8. അപ്പോൾ minus 8. 12 minus 8. 4 into minus 2 minus 8 minus 2 into minus 2 plus 4 minus 8 plus 4. 9 minus 8 1 minus 6 plus 4 minus 2 12 minus 8 4 minus 8 plus 4 minus 4. അപ്പോൾ നമുക്ക് a square equal to മെട്രിക്സ് 1 minus 2 4 minus 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a square equal to ka minus 2i. a സ്ക്വയറിന്റെ വാല്യൂ 1 minus 2 4 minus 4 equal to k into മെട്രിക്സ് a യുടെ വാല്യൂ 3 minus 2 4 minus 2 minus 2 into i. i ആകുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1. 1 minus 2 4 minus 2 equal to ഇനി k കൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം 3k minus 2k 4k minus 2k minus 2 into ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പം 2 0 0 2. 1 minus 2 4 minus 4. ഇനി നമുക്ക് രണ്ട് മെട്രിക്സ് തമ്മിൽ കുറയ്ക്കണം. അപ്പൊ അതിലെ എലമെന്റ്സ് തമ്മിൽ കുറച്ചാൽ മതി. 3k minus 2 minus 2k 4k minus 2k minus 2. ഇനി നമുക്ക് രണ്ട് മെട്രിക്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇതിലെ എലമെന്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. 3k minus 2 equal to 1, 3k equal to 1 plus 2, 3k equal to 3, k equal to 1. The value of k is 1. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യൂസിംഗ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 3 minus 2 4 minus 2. നമുക്കിനി അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതും എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ എ ഈക്വൽ ടു മെട്രിക്സ് 3 minus 2 4 minus 2 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എലമെന്ററി ഓപ്പറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എ ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. ഈ എ മെട്രിക്സിനെ നമ്മൾ ചെയ്ത് വരുമ്പം ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി നമുക്ക് മാറ്റണം. എ മെട്രിക്സ് ആകുമ്പോൾ 3 minus 2 4 minus 2 ഈക്വൽ ടു ഐ ആകുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 ഇൻറ്റു എ. ഇനി നമുക്ക് ഈ 3യെ നമുക്ക് 1 ആക്കി മാറ്റണം. 3യെ 1 ആക്കി മാറ്റുമ്പോൾ 3 കിടക്കുന്നത് ഫസ്റ്റ് റോയിലാണ്. അപ്പം ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. r1 ചേഞ്ചസ് r1 by 3. 3 by 3 1 minus 2 by 3 equal to 1 by 3 0. സെക്കൻഡ് റോയിലെ എല്ലാ എലമെന്റ്സും നമ്മൾ അതേപോലെ എഴുതും. 4 minus 2 0 1 into a. ഇനി നമുക്ക് 4നെ 0 ആക്കണം. 4 കിടക്കുന്നത് സെക്കൻഡ് റോയിലാണ്. അപ്പൊ r2 ചേഞ്ചസ് r2 minus 4 r1. ഇവിടെ പ്ലസ് 4 ആണ്. ഇവിടെ പ്ലസ് 4 വന്നുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് 4 എന്ന് കൊടുക്കും. അപ്പൊ r2 ചേഞ്ചസ് r2 minus 4 r1. r2 യുടെ എലമെന്റ്സ് 4 minus 2 0 1 minus 4 r1 1 into 4 4 minus 2 by 3 into 4 minus 8 by 3
1/3 into 4, 4/3, 0 into 4, 0. ഇനി നമുക്ക് കുറയ്ക്കാം. 4 minus 4, 0, minus 2 minus 8/3. അപ്പം -2 plus 8/3, 2/3, 0 minus 4/3, minus 4/3, 1 minus 0, 1. അപ്പോൾ R2 ചേഞ്ചസ് R2 minus 4 R1. R1 റോ അതേപോലെ എഴുതും. 1 minus 2/3, 1/3, 0. R2യുടെ എലമെന്റ്സ് 0, 2/3, minus 4/3, 1 into A. ഇനി നമുക്ക് 2/3നെ 1 ആക്കണം. 2/3യെ 1 ആക്കാനായിട്ട് 2/3 കിടക്കുന്നത് രണ്ടാമത്തെ റോയിലാണ്. അപ്പൊ R2 ചേഞ്ചസ് R2 into 3/2. ഈ 2/3യുടെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ മതി. അപ്പൊ R2 ചേഞ്ചസ് R2 into 3/2. ഒന്നാമത്തെ റോ അതേപോലെ എഴുതും. 1 minus 2/3, 1/3, 0. 0 into 3/2 ആകുമ്പോൾ 0. 2/3 into 3/2, 1. minus 4/3 into 3/2 ആകുമ്പോൾ -2. 1 into 3/2 ആകുമ്പോൾ 3/2 into A. 1 minus 2/3, 0, 1 equal to 1/3, 0, minus 2, 3/2 into A. ഇനി നമുക്ക് -2/3നെ നമുക്ക് 0 ആക്കണം. -2/3 കിടക്കുന്നത് ഒന്നാമത്തെ റോയിലാണ്. അപ്പൊ R1 ചേഞ്ചസ് R1 പ്ലസ്, ഇവിടെ -2/3 ആയതുകൊണ്ട് ഇവിടെ പ്ലസ് 2/3 into R2. R1ലെ എലമെന്റ്സ് 1 minus 2/3, 1/3, 0, പ്ലസ് 2/3 R2. 0 into 2/3, 0, 1 into 2/3, 2/3, minus 2 into 2/3, minus 4/3, 3/2 into 2/3, 1. 1 plus 0, 1, minus 2/3 plus 2/3, 0, 1/3 minus 4/3, minus 1, 0 plus 1, 1. അപ്പോൾ നമുക്ക് R1 ചേഞ്ചസ് R1 പ്ലസ് 2/3 R2നെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് 1, 0, 0, 1 ഈക്വൽ ടു മെട്രിക്സ് -1, 1, -2, 3/2 ഇൻറ്റു A. അപ്പം ഇവിടെ കിടക്കുന്നതായിരിക്കും A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് ഈക്വൽ ടു മെട്രിക്സ് -1, 1, -2, 3/2. ആറാമത്തെ ചോദ്യം. A part, by using the properties of determinants show that determinant 1 A square, 1 B square, 1 C square equal to A minus B into B minus C into C minus A. B part, find the equation of the line joining coordinates 1, 2 and 3, 6 using determinants. നമുക്ക് ഇനി ഇതിന്റെ ഉത്തരം നോക്കാം. ഇതില് എ പാർട്ടിന്റെ ഉത്തരം ഡിറ്റർമിനൻസിന്റെ 8ാമത്തെ പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കാണുക. ഇനി നമുക്ക് ബി പാർട്ടിന്റെ ആൻസർ നോക്കാം. ബി പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് ദി ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ കോർഡിനേറ്റ്സ് നമുക്ക് 1, 2, 3, 6 എന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് വെച്ചാൽ ഡിറ്റർമിനൻസ് x, y, 1. ഇനി കോർഡിനേറ്റ്സ് എഴുതണം. x1, y1, 1, x2, y2, 1. ഇതിൽ ഫസ്റ്റ് റോ എന്ന് വെച്ചാൽ x, y, 1 ആയിരിക്കും. അടുത്ത റോയിൽ എഴുതാനുള്ള പോയിന്റ് ഫസ്റ്റ് കോർഡിനേറ്റ്. അപ്പം 1, 2, 1, 2, 1. ഇനി അടുത്തത് സെക്കൻഡ് റോയിൽ എഴുതാനുള്ളത് രണ്ടാമത്തെ കോർഡിനേറ്റ് 3, 6, 1 ഈക്വൽ ടു 0. ഇനി നമുക്ക് ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഉൾപ്പെടുന്ന റോയും കോളും ക്യാൻസൽ ആക്കുമ്പോൾ ബാക്കി നമുക്ക് വരുന്നത് ഡിറ്റർമിനന്റ് 2, 2, 1, 6, 1 മൈനസ് 5 ഇൻറ്റു y ഉൾപ്പെടുന്ന റോയും കോളവും പോകുമ്പോൾ ബാക്കി ഡിറ്റർമിനന്റ് 1, 1, 3, 1 പ്ലസ് 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും പോകുമ്പോൾ ഡിറ്റർമിനന്റ് 1, 2, 3, 6 ഈക്വൽ ടു 0. ഈ എക്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് 2, 1, 6, 1 ആകുമ്പോൾ 2 മൈനസ് 6 മൈനസ് y ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആകുമ്പോൾ 1 മൈനസ് 3 പ്ലസ് 1 ഇൻറ്റു ഡിറ്റർമിനന്റ് വാല്യൂ ആകുമ്പോൾ 6 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 2. അപ്പോൾ 6 മൈനസ് 6 ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു 2 മൈനസ് 6 മൈനസ് y ഇൻറ്റു 1 മൈനസ് 3 പ്ലസ് 1 ഇൻറ്റു 6 മൈനസ് 6 ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു 2 മൈനസ് 6 ആകുമ്പോൾ -4 മൈനസ് 5 ഇൻറ്റു 1 മൈനസ് 3 മൈനസ് 2 പ്ലസ് 1 ഇൻറ്റു 6 മൈനസ് 6 0 ഈക്വൽ ടു 0.
മൈനസ് 4x പ്ലസ് 2y ഈക്വൽ ടു 0. നമുക്ക് ഇതിനെ എല്ലാത്തിനെയും മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 4x മൈനസ് 2y ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2x മൈനസ് y ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് വെച്ചാൽ 2x മൈനസ് y ഈക്വൽ ടു 0 ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് f and g be two functions on R given by f of x equal to 3 plus 4x, g of x equal to x square. A part show that f is 1 1. B part show that g is many 1. C part considering the domain and range of both f and g as R plus find f composition g of x and g composition f of x. നമുക്കിനി എയുടെ ആൻസർ നോക്കാം. എ പാർട്ട് ചോദിച്ചിരിക്കണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് 4x. ഇത് 1 1 ആകുമോ എന്നാണ് ചോദിച്ചിരിക്കണം. 1 1 ആകണമെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് നമുക്ക് കിട്ടണം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 3 പ്ലസ് 4x ആണ്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എക്സ് 1 ഇടും, വീണ്ടും എക്സിൻ്റെ സ്ഥലത്ത് എക്സ് 2 ഇടും. അപ്പം 3 പ്ലസ് 4x1 ഈക്വൽ ടു 3 പ്ലസ് 4x2. 3യും 3യും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് 4x1 ഈക്വൽ ടു 4x2. 4ഉം 4ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. അപ്പം therefore f ഈസ് 1 1. ഇനി അടുത്തത് ബി പാർട്ടിൽ ചോദിച്ചിരിക്കണം g ഈസ് മെനി 1 എന്ന് നമുക്ക് തെളിയിക്കണം. g ഈസ് മെനി 1 എന്ന് തെളിയിക്കുമ്പോൾ നമുക്ക് ജിയിലെ ഓരോ എലമെന്റ്സിനും നമുക്ക് ഒന്നിലധികം ഇമേജസ് കിട്ടുമെന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ g ഓഫ് x ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ എക്സിന് -2 ഇട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ -2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. എക്സിന് -1 ഇടുമ്പോൾ y ഈക്വൽ ടു -1ന്റെ സ്ക്വയർ 1. എക്സിന് 0 ഇടുമ്പോൾ y ഈക്വൽ ടു 0 സ്ക്വയർ 0. എക്സിന് 1 ഇടുമ്പോൾ y ഈക്വൽ ടു 1 സ്ക്വയർ 1. എക്സിന് 2 ഇടുമ്പോൾ y ഈക്വൽ ടു 2 സ്ക്വയർ 4. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും g ഓഫ് 1നും g ഓഫ് -1നും നമുക്ക് 1 ആണ് കിട്ടുന്നത്. g ഓഫ് 2നും g ഓഫ് -2നും നമുക്ക് 4 ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ 1 എടുത്താലും -1 എടുത്താലും നമുക്ക് ഇമേജ് ആയിട്ട് 1 ആണ് കിട്ടുന്നത്. 2 എടുത്താലും -2 എടുത്താലും നമുക്ക് ഇമേജ് 4 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് g ഈസ് മെനി 1 എന്ന് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇത് ആരോ ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ റിലേഷൻ പോകുന്നത് ആറിൽ നിന്ന് ആറിലേക്കാണ്. ആർ എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ്. അപ്പം എക്സെട്ര -2 -1 0 1 2 3 എക്സെട്ര. അപ്പുറത്ത് എക്സെട്ര -2 -1 0 1 2 3 എക്സെട്ര. അപ്പൊ നമ്മളെ ഡൊമൈൻ എന്ന് വെച്ചാൽ ഡൊമൈനിലെ ഒരു എലമെന്റ് ആണ് -2. -2ന്റെ ഇമേജ് എന്ന് വെച്ചാൽ 4 ആണ്. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ -2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4. ഇനി അടുത്തത് -1ന്റെ ഇമേജ് 1 ആണ്, 0യുടെ ഇമേജ് 0 ആണ്, 1ന്റെ ഇമേജും 1 ആണ്, 2ന്റെ ഇമേജ് 4 ആണ്, എക്സെട്ര. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ -2നും 2നും ഒരേ ഇമേജസ് ആണ് കിട്ടിയത്, അതായത് 4. 1നും -1നും ഒരേ ഇമേജ് ആണ് കിട്ടിയത് 1. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം g ഈസ് മെനി 1. നമുക്കിനി സി പാർട്ടിന്റെ ആൻസർ നോക്കാം. സി പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് കോമ്പോസിഷൻ g ഓഫ് എക്സും g കോമ്പോസിഷൻ f ഓഫ് എക്സ് ആണ്. ഇവിടെ f ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് 4x എന്നും g ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എഫ് കോമ്പോസിഷൻ g ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് കോമ്പോസിഷൻ g ഓഫ് എക്സ് എന്ന് വെച്ചാൽ f ഓഫ് g ഓഫ് എക്സ് ആണ്. g ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ f ഓഫ് എക്സ് സ്ക്വയർ. f ഓഫ് എക്സ് നമുക്ക് 3 പ്ലസ് 4x എന്ന് തന്നിട്ടുണ്ട്. നമുക്കപ്പം എഫ് ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ 3 പ്ലസ് 4x സ്ക്വയർ, എക്സിൻ്റെ അവിടെ നമ്മൾ എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കും. എഫ് കോമ്പോസിഷൻ g ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് 4x സ്ക്വയർ. ഇനി അടുത്ത് നമുക്ക് g കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. g കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ g ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 3 പ്ലസ് 4x. അപ്പം g ഓഫ് 3 പ്ലസ് 4x. g ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ. g ഓഫ് 3 പ്ലസ് 4x ആകുമ്പോൾ 3 പ്ലസ് 4x ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4x പ്ലസ് 4x ദ ഹോൾ സ്ക്വയർ. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4x പ്ലസ് 24x പ്ലസ് 4x ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ 16x സ്ക്വയർ. ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 16x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 9. നമുക്ക് g കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 16x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 9. എട്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 3 6 -1 -1 2 1 1 5. A part find determinant A. B part verify that A into Rj equal to determinant A into I. C part evaluate determinant A inverse.
ഇതിൻ്റെ ഉത്തരം +2ന്റെ ഒന്നാമത്തെ മോഡൽ എക്സാമിൻ്റെ 8ാമത്തെ ചോദ്യമായി പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കാണുക.